ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ റിവ്യൂ വീഡിയോ ആണ്. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കുറച്ച് തയ്യലിൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, തയ്യലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ 2-3 ഇതേപോലത്തെ പാക്കേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വർത്തായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 139 രൂപയാണ്. ഇതെനിക്കൊരു കുട്ടി മീഷോൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ചേച്ചി ഇതൊന്ന് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ 139 രൂപയാണ്. ഇത് അവസാനം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സൂപ്പർ കോയിനും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 139 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനത് ആദ്യമേ പറയാം. നേരത്തെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കുറേ പേർക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആ ലിങ്ക് ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് നോക്കാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഒരു 17 കൂടുതൽ പ്രൊഡക്ട്സാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. വെറും 139 ഓക്കെ, 139 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ്ങിന് നല്ല യൂസ്ഫുള്ളാണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, അതേപോലെ മെഷർമെൻറ്റ്സ് ഉണ്ട് ഇതിൽ. പിന്നെ ഉള്ളിലായിട്ടുള്ള കർവ് ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ ആം ഹോള്, നെക്ക്, അതേപോലത്തെ പോർഷൻസൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ കണ്ടോ, അപ്പോൾ അതിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കർവൊക്കെ സിമ്പിളായിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയലാഭമാണ്. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണതിന് പകരം ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് വേറെയും കുറച്ച് യൂസ് ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം. ഇതിൻ്റെ മാത്രം ഞാൻ ഇട്ടിട്ടില്ല. ഇനി കാണിക്കാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും യൂസസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. നെക്സ്റ്റ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ പിന്നാണ്. നമ്മൾ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ചില മെറ്റീരിയൽസ് തെന്നി മാറിപ്പോകാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ബോൾ പിൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് സെക്യൂർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വെട്ടുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈനിങ് ആയിട്ടൊക്കെ വെച്ച് നമ്മൾ വെട്ടില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ത്രെഡ് കട്ടറാണ്. ത്രെഡ് കട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല യൂസുള്ള സംഭവമാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കത്രിക തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർ മെഷീൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവുക, നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷീനിൽ നിന്ന് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇതൊരെണ്ണം വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക എടുക്കാം. അല്ലാണ്ട് മെഷീനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നൂലിട്ട് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ വെച്ചെടുത്ത് കാണത്തില്ല. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ ആം ഹോൾ കർവ്. പലരും ചോദിക്കാറുണ്ട് ഫ്രഞ്ച് കർവും ആം ഹോൾ കർവും രണ്ടും രണ്ടാണോ ചേച്ചി എന്നുള്ളത്. മെഷർമെൻ്റ് ഉള്ളതും മെഷർമെൻ്റ് ഇല്ലാത്തതൊക്കെ രണ്ടും രണ്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ ആം ഹോൾ കർവ് എന്നാണ് നമ്മളിതിനെ പറയുക. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ നമുക്ക് ആ ഒരു കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്, നെക്കിൻ്റെ പോർഷനിൽ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതും സെയിം തന്നെയാണ്. ഇതിൽ മെഷർമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ലാത്തൊരു ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ ആം ഹോൾ കർവ് തന്നെയാണ്. അപ്പോൾ ഇതിനും സെയിം യൂസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ചെറിയ ഹോൾസ് ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരയ്ക്കാനായിട്ടാണെങ്കിലും ജസ്റ്റ് അതിലിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അറിയില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കുറേ പേര് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഓൾറെഡി, നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് കർവാണ്. ഇതും നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ വരയ്ക്കാം, അതേപോലെ തന്നെ നെക്കും വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ നല്ല കർവ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടും രണ്ട് ടൈപ്പ് കർവ് കിട്ടുന്ന മോഡലാണ് കണ്ടോ. അതിൻ്റെ അത്രയും ഒരു വിരിഞ്ഞ കർവ് നമുക്ക് ഇതിൽ കിട്ടത്തില്ല. കുറച്ച് ഇങ്ങനെ ഒരു മടക്ക് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ് ഈ ഒരു കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല പാറ്റേൺസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്കിൻ്റെയും ഒരുപാട് പാറ്റേൺസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ പാറ്റേൺസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്, 4-5 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിസേഴ്സാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉള്ള സിസേഴ്സൊന്നും അല്ല. എന്നാലും നമുക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. അധികം വെയിറ്റ് ഒന്നുമില്ല. നമ്മൾ തയ്ക്കുന്ന ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഐറ്റം അല്ല ഇത്. ജസ്റ്റ് നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ്. ഞാനൊക്കെ ഈ ഒരു ടൈപ്പ് കത്രികയാണ് കേട്ടോ ആദ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. എനിക്ക് വെയിറ്റ് ഉള്ളത് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ അതാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും പറയുക. കുറച്ച് പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി അടുത്ത പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ടേപ്പാണ് കേട്ടോ. ടേപ്പ് ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടേപ്പ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല, നോക്കുമ്പോൾ നമുക്ക് ഒറ്റെണ്ണം പോലും കാണത്തില്ല. ഇതിപ്പോൾ എൻ്റെ 4-മത്തെയോ 5-മത്തെയോ ടേപ്പാണ് കേട്ടോ. ഞാൻ ഇത് കണ്ടിരുന്നു, ഇതിലുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. പക്ഷേ നമുക്ക് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് പ്രൊഡക്റ്റും കൂടെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ അത് ഓർഡർ ചെയ്തതാണ്. പിന്നെ ആ കുട്ടി പറയുകയും ചെയ്തു റിവ്യൂ ചെയ്യണമെന്ന്. പ്രൊഡക്ട്സൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേപ്പ്. ഇഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന, ഒരു സൈഡിൽ ഇഞ്ചുണ്ട്, മറ്റേ സൈഡിൽ സെൻറ്റിമീറ്ററും ഇഞ്ചും വരുന്ന ടൈപ്പ് ടേപ്പാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു എനിക്ക് ഇഞ്ചും ഒരു സൈഡിൽ ഇഞ്ചും മറ്റേ സൈഡിൽ സെൻറ്റിമീറ്ററും മാത്രം. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ രണ്ടും വരുന്നതാണ് കേട്ടോ. നമുക്ക് അതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരുപാട് വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്ട്സൊക്കെ കുറച്ച് കയ്യിലുണ്ടെങ്കിലും എനിക്ക് സാലറിക്ക് അത്യാവശ്യം യൂസ് ചെയ്യണം. പിന്നെ വീട്ടിലും കുറച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയതാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു സീം റിപ്പറാണ്. സീം റിപ്പർ എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. സീം റിപ്പർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് പിന്ന് യൂസ് ചെയ്യാറില്ലേ, അപ്പോൾ പിന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സ്റ്റിച്ചിങ്ങിന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്ന് വെച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു നൂലൊക്കെ പൊങ്ങി വരാറുണ്ട്. ആവശ്യമില്ലാതെ നമ്മൾ അഴിക്കേണ്ടാത്ത നൂലും കൂടെ പൊങ്ങി വരാറുണ്ട്, മെറ്റീരിയൽ മോശമായി പോകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീം റിപ്പർ യൂസ് ചെയ്യാം. അതിൻ്റെ നടുക്കൊരു ബ്ലേഡ് പോലത്തെ പോർഷനൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നന്നായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കീറിപ്പോവാൻ ചാൻസ് ഉള്ളൊരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ യൂസ് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട്. വേണ്ടവരൊന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ട്രേസിങ് വീൽ എന്നാണ് നമ്മളിതിനെ പറയുക. അധികം ആൾക്കാർക്കൊന്നും ഇതറിയില്ല. കാരണം നമുക്ക് ഒരുപാട് അങ്ങോട്ട് നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന, നമ്മളുടെ ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനിങ്ങനെ മുള്ള് പോലത്തെ ഒരു പോർഷനാണുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെയും മാത്രമായിട്ട് ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രേസിംഗ് വീൽ നോക്കിയാൽ മതി, ചാനലിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോബിനും കേസും കൂടെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബോബിൻ കേസ് ഈ ഒരു രീതിയിൽ നമുക്കൊരു 4 ബോബിനാണ്. ഇപ്പം 3 കണ്ടുള്ളൂ, ഒരെണ്ണം ഉള്ളിലേക്കായി പോയിട്ടുണ്ട്. 4 അതിലുണ്ടായിരുന്നു. കവറിലൊന്നും കൂടെ നോക്കട്ടെ. 4 ബോബിൻ കിട്ടി. 4 ബോബിനും ഒരു കേസുമാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കേസിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ചെറിയൊരു തുരുമ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സാധനം കിട്ടിയത് കൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ചെറുതായിട്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ചെറിയൊരു തുരുമ്പ്. നമുക്കൊന്ന് എണ്ണയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ അത് പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രൊഡക്ട്സിനൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇതിന് മാത്രം ചെറിയൊരു തുരുമ്പ് പോലെ എനിക്ക് തോന്നി. പിന്നെ ഇനി ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നീഡിൽസാണ്. നീഡിൽസ് ഒരുപാട് സൈസിലുള്ളതാണ് ആ ഒരു ബോക്സിനകത്തുള്ളത്. അത് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നീഡിൽസ് ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. പിന്നെ ഈ ഒരു വലിയൊരു നീഡിൽ, വലിയ സൈസിലുള്ള ഒരു നീഡിലും കൂടെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തം ഒരു 17+ ഐറ്റംസാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആ നീഡിൽസൊക്കെ ആ ഒരു ബോക്സിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ഏത് സൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. ആരി വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ സൈസിലുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ബീഡ്സിനകത്തൊക്കെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. വെറും 139 രൂപയ്ക്ക് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ അത് മീഷോന്ന് മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ മീഷോൻ്റെ ലിങ്ക് എനിക്ക് ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കാണ്. ഞാൻ എടുത്ത് പറയാം, ടാഗ് പ്രൊഡക്ട്സിലുള്ളത് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കാണ്, ഇതിൻ്റെ ലിങ്ക് അല്ല. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ കോഡാണെങ്കിലും കൊടുത്തേക്കാം. ലിങ്ക് ചിലപ്പോൾ പിടിക്കാറില്ല, കോഡ് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.